തലവൂർ കുര ലക്ഷംവീട് ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന വേസ്റ്റ് കിയോസ്കിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം. തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത്ത് സിയാണ് പഞ്ചായത്തിന് മുമ്പിൽ വേറിട്ട പ്രതിഷേധവുമായി എത്തിയത്. തലവൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന വേസ്റ്റ് കിയോസ്കിൽ നിന്ന് വേസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത്ത് സി തലവൂർ പഞ്ചായത്തിന് മുമ്പിൽ വേറിട്ട പ്രതിഷേധവുമായി എത്തി. സമരത്തിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് എല്ലായിടത്തും. ഇപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും എല്ലാം വാങ്ങാറുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല. എല്ലാ വാർഡുകളിലും ഇപ്പം ഈ പ്ലാസ്റ്റിക്കൽ ഡംപ് കൂടി കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഈ മിനി MCFകളിൽ അവിടുന്ന് ഇവരെ കൃത്യമായിട്ട് എടുത്തു മാറ്റുന്നില്ല. അവിടെ ഈ ഇഴജന്തുക്കളുടെ പ്രശ്നമുണ്ട്. അല്ലാതെ മാലിന്യങ്ങൾ എന്തുവാ ഇതിന്റെയൊക്കെ വല്ലാത്ത സ്മെല്ലുകളാണ്. ഇന്നലെ തന്നെ കോളനിയിലുള്ള അവര് എനിക്കെതിരെ ഫേസ്ബുക്കുകളിൽ പോസ്റ്റ് ഇടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത് അങ്ങാണ്ട് പഞ്ചായത്ത് കുറച്ച് മാലിന്യം എടുത്തു മാറ്റി. അപ്പൊ അവരുടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ തവണയും മാലിന്യം മാറ്റണമെന്ന് പറയുന്നത് ഡ്രൈവറില്ല, വണ്ടിയില്ല എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇതിനൊരു പരിഹാരം കാണാതെ ഞാനിവിടെ ഇന്ന് പോകുന്നില്ല. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുര ലക്ഷംവീട് ഭാഗത്താണ് തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ കിയോസ്കുകൾ സ്ഥാപിച്ചിരുന്നത്. വേസ്റ്റുകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ദുർഗന്ധമായതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകിയിരുന്നു. എന്നാൽ വേസ്റ്റുകൾ മുഴുവനും നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് വാർഡംഗമായ രഞ്ജിത്ത് സി പഞ്ചായത്ത് പടിക്കൽ സമരവുമായി എത്തിയത്. നമ്മുടെ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ചു വെക്കുന്ന MCFകൾ മിനി MCFകൾ പഞ്ചായത്തുകൾ കുറച്ചു കാലം മുമ്പ് സ്ഥാപിച്ചതാണ്. അത് മിക്കവാറും ഉള്ളതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് ജനവാസ കേന്ദ്രങ്ങളിലാണ്. ജനങ്ങൾ വളരെയധികം തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു പദ്ധതി നോക്കുമ്പോൾ വളരെ നല്ലൊരു പദ്ധതിയാണ്. കാരണം വീടുകളിൽ ചെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെല്ലുന്നു, പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നു, അതൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. ആശയം വളരെ നല്ലതാണ്. പക്ഷെ അത് പ്രാവർത്തികമായില്ല എന്നുള്ളിടത്താണ് അത് പരാജയമായതും അത് ജനദ്രോഹപരമായി മാറിയതും. കാരണം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതോടൊപ്പം നിന്ന് മറ്റു മാലിന്യങ്ങളും എല്ലാം ചേർന്ന് അത് വളരെ വലിയ ജനദ്രോഹം എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടൽ കേന്ദ്രമായിട്ട് ആ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു പ്രതിഷേധവുമായി വന്നതിന്റെ കാര്യം, ഈ രണ്ടാമൂട് വാർഡിൽ ഒരു ലക്ഷംവീട് കോളനിയുണ്ട്. വളരെ അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കേന്ദ്രമാണ്. അത് വളരെ കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായമായ ആളുകൾ വളരെ ഏറെ ജനസാന്ദ്രതയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ട് സ്ഥാപിച്ച ഈ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു കൂട് അത് സമയബന്ധിതമായിട്ട് അതിലെ വേസ്റ്റ് മാറ്റാനായിട്ട് പഞ്ചായത്ത് അധികാരികൾ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് പല തവണ ഇവിടെ ആവശ്യപ്പെട്ടു അതവിടെ നിന്ന് മാറ്റണം. പക്ഷെ അതിന്റെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ വരാൻ പോകുന്ന സമയത്ത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ കൊട്ടിഘോഷിച്ച് പഞ്ചായത്തും അധികാരികളും ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഈ വേസ്റ്റ് ഡംപ് ചെയ്തെത്തുന്നത് റിമൂവ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ദുർഗന്ധമായിട്ട് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പോലും വയ്യ സാറേ. കാരണം എന്ന് പറഞ്ഞാല് അവര് 6 മാസത്തിന് മുൻപേ അവിടെ കൊണ്ടുവച്ച 3 മാസമായി കാണും. അവിടെ ഞങ്ങൾക്ക് പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഞങ്ങളുടെ വീടിന്റെ തൊട്ട് അടുത്താണ്. മെമ്പർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളല്ല. ഇതിനെന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് തീരുമാനം എടുക്കണം. കാരണം എന്ന് പറഞ്ഞാല് ഇവരാണ് അതിന്റെ ജസ്റ്റ് നേരെ ഇരിക്കുന്ന വീട് ഇവരുടെയാണ്. അതുകൊണ്ട് ഇത് അവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തരണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു അപേക്ഷയുള്ളത്. എത്രയും പെട്ടെന്ന് അത് മാറ്റണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.